നമസ്കാരം. ബ്രാൻഡ് ബുക്ക് 360 ഡിഗ്രി ബിസിനസ് ആൻഡ് ബ്രാൻഡ് ഗ്രോത്ത് ക്ലബ്ബ്. ഈ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ 360 ഡിഗ്രി ബിസിനസ് ആൻഡ് ബ്രാൻഡ് ഗ്രോത്ത് ക്ലബിനെ കുറിച്ചാണല്ലോ. അതെ അതെ. ഇതിൽ ചേർന്നാൽ ഒരു ബിസിനസ്സിന് അതിന്റെ ബ്രാൻഡിന് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഗ്രോത്ത് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ ലോങ് ടേമിൽ? ശരിയാണ്. ഇതൊരു സാധാരണ ക്ലബ് മീറ്റിംഗ് പോലെയല്ല. ഇതിന്റെ പിന്നിലൊരു വലിയ പ്ലാൻ ഉണ്ട്. ഒരു ബ്രാൻഡിനെ പല ആംഗിളിൽ നിന്ന് വർഷങ്ങളോളം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും എന്നെ ആകർഷിച്ചൊരു പോയിന്റ് ഏകദേശം ഒരു 10 വർഷം വിസിബിലിറ്റി കിട്ടുമെന്നുള്ളതാണ്. അതെ, അതൊരു വലിയ കാര്യമല്ലേ? ഈ 10 വർഷം ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? അവിടുന്ന് തുടങ്ങാം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. നമ്മളൊരു ഹൈ ക്വാളിറ്റി ഇയർബുക്ക് മാഗസിൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇയർബുക്ക്. അതെ, ക്ലബിലെ ഓരോ മെമ്പറുടെയും ബിസിനസ്സിനെ, അവരുടെ ബ്രാൻഡിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇതിൽ പേജുകളുണ്ടാവും. ഇയർബുക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ മാഗസിൻ പോലെയല്ല അല്ലേ? അല്ല, പ്രധാന വ്യത്യാസം ഇതിൽ ഇന്ന തീയതി, ഇന്ന മാസം, വർഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആഹാ. കണ്ടന്റും കുറച്ചുകൂടി എവർഗ്രീൻ ആയിരിക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പഴയതാവില്ല. ഓഹോ. പിന്നെ പ്രിന്റിംഗ് ക്വാളിറ്റി, അത് വളരെ പ്രധാനമാണ്. നല്ല കട്ടിയുള്ള പേപ്പർ, മികച്ച പ്രിന്റിംഗ്. അപ്പൊ ആളുകൾ ഇത് വെറുതെ വായിച്ചു കളയില്ല. അതായത് ഒരു കോഫി ടേബിൾ ബുക്കിന്റെയൊക്കെ ഒരു ഫീൽ വരും. എക്സാക്ട്ലി, അത് തന്നെയാണ് ഉദ്ദേശം. വീടുകളിലും ഓഫീസുകളിലുമൊക്കെ ആളുകൾ ഇത് സൂക്ഷിച്ചു വയ്ക്കും, ഒരു ഷോ പീസ് പോലെ, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോലെ. ഓക്കെ. അപ്പോ ആലോചിച്ചു നോക്കൂ, ഒരു 10 വർഷം അവിടെയൊക്കെ ഇരിക്കുമ്പോ എത്ര പേര് കാണും? ശരിയാണ്. പുതിയ വരുന്നവര്, ഗസ്റ്റുകൾ, അവരൊക്കെ എടുത്തു നോക്കും. അതെ, ഓരോ മറിച്ചു നോക്കലിലും ആ ബ്രാൻഡുകൾ വീണ്ടും വീണ്ടും കണ്ണിൽപ്പെടും. അതാണ് ഈ 10 വർഷത്തെ വിസിബിലിറ്റി. ഇന്നത്തെ ഈ ഡിജിറ്റൽ ഫാസ്റ്റ് ലൈഫില് ഇങ്ങനെ ടാഞ്ചിബിൾ ആയിട്ട് തൊടാൻ പറ്റുന്ന ഒരു രൂപത്തില് ഒരു ബ്രാൻഡ് സ്റ്റോറി 10 വർഷം നിലനിൽക്കുക എന്ന് പറയുന്നത് അത് കൊള്ളാം. തീർച്ചയായും. മാത്രമല്ല, ഇത് കൈമാറിപ്പോകാനും സാധ്യതയുണ്ട്. അതും ശരിയാണ്. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഒരു ഓഫീസിൽ നിന്ന് വേറൊരിടത്തേക്ക്. ഓരോ കൈമാറ്റവും പുതിയ ഓഡിയൻസാണ്. നമ്മളതിനെ കോഫി ടേബിൾ ബ്രാൻഡിംഗ് എന്നും പറയാറുണ്ട്. യെസ്, മിഷൻ 36 ലാക്ക് ത്രൂ കോഫി ടേബിൾസ് എന്നൊരു ടാർഗറ്റ് ഞാൻ കണ്ടിരുന്നു. അതെ, 10 വർഷം കൊണ്ട് ഈ കോഫി ടേബിൾ ബുക്കുകളിലൂടെ ഒരു 36 ലക്ഷം പേരിലേക്കെങ്കിലും എത്തുക, അതാണ് ലക്ഷ്യം. കൊള്ളാം. അപ്പോ ഈ മാഗസിൻ ഒരു ഫൗണ്ടേഷൻ. ഇതിനോടൊപ്പം തന്നെ ഈ സൂപ്പർ കഥ ബ്രാൻഡിംഗ് എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ ഒരു കഥയുണ്ടാവും, ഒരു യാത്ര, ഒരു വിഷൻ. ശരിയാണ്. പക്ഷെ പലർക്കും ഒരു നല്ല കഥയായിട്ട് പറയാൻ അറിയില്ല. നമ്മൾ ചെയ്യുന്നത് ഓരോ മെമ്പർക്കും വേണ്ടി അവരുടെ ബിസിനസ്സിന്റെ ആ ഒരു തനിമ, ലക്ഷ്യം ഒക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ കഥ ഉണ്ടാക്കി കൊടുക്കും. വെറും മാർക്കറ്റിംഗ് വാചകങ്ങളല്ല. അല്ല, ആ ബ്രാൻഡിന്റെ ഒരു ആത്മാവ് അതിൽ കാണും, ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ. ഈ കഥ പിന്നെ വേറെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, AI പ്രോംപ്റ്റിങ്ങിന് പോലും. അതെങ്ങനെയാണ്? അതാണ് രസം. ഇന്നത്തെ കാലത്ത് AI ടൂൾസ് എല്ലായിടത്തും ഉണ്ടല്ലോ, മാർക്കറ്റിംഗിലും കണ്ടന്റ് ഉണ്ടാക്കാനുമൊക്കെ. നമ്മളുണ്ടാക്കുന്ന ഈ സൂപ്പർ കഥ നല്ല സ്ട്രക്ചേർഡ് ആയിരിക്കും. ബ്രാൻഡ് വാല്യൂസ്, ടാർഗറ്റ് ഓഡിയൻസ് എല്ലാം ക്ലിയർ ആയിരിക്കും. അപ്പോ ഭാവിയിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ വീഡിയോ സ്ക്രിപ്റ്റോ ഒക്കെ AI വെച്ചുണ്ടാക്കണമെങ്കിൽ ഈ സൂപ്പർ കഥ ഒരു ബേസായിട്ട്, ഒരു പ്രോംപ്റ്റായിട്ട് കൊടുക്കാം. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാവും അല്ലേ? അതെ, എല്ലാ മീഡിയയിലും ഒരേ ബ്രാൻഡ് മെസ്സേജ്, ഒരേ ടോൺ നിലനിർത്താൻ ഇത് സഹായിക്കും. ഗ്രേറ്റ്. അപ്പൊ സൂപ്പർ കഥ റെഡി. ഇനി ഇത് ആളുകളിലേക്ക് എത്തിക്കണ്ടേ? അതിന് പല മീഡിയകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും. ആ കഥയെ പല രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. യൂട്യൂബ് ടോക്ക് ഷോകളുണ്ട്, മീഡിയ ബ്രാൻഡിംഗ് എന്ന് നമ്മൾ പറയും. അത് കൂടുതൽ പേഴ്സണൽ ടച്ച് കൊടുക്കും. അതെ. പിന്നെ വീഡിയോ ബ്രാൻഡിംഗ്. കേരളത്തിലെ ഏറ്റവും വലിയ വീഡിയോ മാഗസിനിൽ ഒരു സ്പേസ് കിട്ടും. അത് ടോക്ക് ഷോയിൽ നിന്ന് എങ്ങനെയാ വ്യത്യാസം? ടോക്ക് ഷോ ഒരു സംഭാഷണം പോലെയാണെങ്കിൽ വീഡിയോ മാഗസിൻ കുറച്ചുകൂടി വിഷ്വലി റിച്ച് ആയിരിക്കും. ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലോ ഫീച്ചർ സ്റ്റൈലിലോ ബ്രാൻഡിനെ കാണിക്കാം. പ്രോഡക്ട്സ്, സർവീസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഓഡിയോ, പോഡ്കാസ്റ്റ് മാഗസിൻ. അതെ, പോഡ്കാസ്റ്റിന് അതിൻ്റേതായ ഓഡിയൻസ് ഉണ്ട്. യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോ ഈ ബ്രാൻഡ് കഥകൾ ഓഡിയോ രൂപത്തിൽ കൊടുക്കുന്നത് വേറൊരു സെഗ്മെന്റിലേക്ക് എത്താൻ സഹായിക്കും. പ്രിന്റ്, വീഡിയോ, ഓഡിയോ. ഇനി ടെക്സ്റ്റ് എഡിഷൻ പ്ലാറ്റ്ഫോം. ടെക്സ്റ്റ് ഇപ്പോഴും കിങ് ആണ് ഓൺലൈനിൽ. വെബ്സൈറ്റ്, ബ്ലോഗ്, ആർട്ടിക്കിൾസ്, അങ്ങനെ. അപ്പോൾ ഈ ബ്രാൻഡുകളെക്കുറിച്ച് നല്ല ആർട്ടിക്കിളുകളും സ്റ്റോറികളുമൊക്കെ എഴുതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യും.
കൂടുതൽ പേരിലേക്ക് റീച്ച് കിട്ടാൻ. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു വലിയ ഡിജിറ്റൽ പ്രസൻസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ മിഷൻ 5 lakh ഡിജിറ്റൽ വിസിബിലിറ്റി എന്നതും ഇതുമായി ബന്ധപ്പെട്ടതാണല്ലേ? അതെ, ഈ പറഞ്ഞ എല്ലാ ഡിജിറ്റൽ ആക്ടിവിറ്റീസും യൂട്യൂബ്, വീഡിയോ, പോഡ്കാസ്റ്റ്, ടെക്സ്റ്റ്, സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഓരോ ബ്രാൻഡിനും ചുരുങ്ങിയത് ഒരു 5 ലക്ഷം പേരിലേക്കെങ്കിലും ഡിജിറ്റൽ റീച്ച് കൊടുക്കുക. അതാണ് മിഷൻ 5 lakh. അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഈ ഡിജിറ്റൽ ബ്രാൻഡിംഗിൽ തന്നെ പ്രീമിയം സ്പോട്ട്ലൈറ്റ്, സെലിബ്രിറ്റി ബ്രാൻഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് പ്രീമിയം സ്പോട്ട്ലൈറ്റ്? അത് കുറച്ചുകൂടി എക്സ്ക്ലൂസീവായ പ്ലാറ്റ്ഫോമുകളാണ്. ചിലപ്പോൾ വലിയ ഈവന്റുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ടുള്ള ടോക്ക് ഷോകൾ. അവിടെയൊക്കെ നമ്മുടെ മെമ്പർമാർക്ക് ഒരു സ്പെഷ്യൽ എൻട്രി കിട്ടും. അതൊരു പ്രീമിയം ഇമേജ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. സെലിബ്രിറ്റി ബ്രാൻഡിങ്ങോ? ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഷോകളിൽ വേറെ ഫീൽഡിലെ ഫേമസ് ആയ ആളുകൾ ഗസ്റ്റായിട്ട് വരും. അപ്പോ നമ്മുടെ മെമ്പർക്ക് അവരോടൊപ്പം വേദി പങ്കിടാൻ അവസരം കിട്ടും. ഇത് ബ്രാൻഡിന് പെട്ടെന്നൊരു അട്രാക്ഷനും ക്രെഡിബിലിറ്റിയും കൊടുക്കും. ആ സെലിബ്രിറ്റിയുടെ ഫോളോവേഴ്സിലേക്കും ഒരു റീച്ച് കിട്ടും. ഓക്കെ, ഇതൊക്കെ ക്ലബ്ബ് ഒരുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ. ഇതിനു പുറമെ മെമ്പർക്ക് സ്വന്തമായിട്ടൊരു മീഡിയ ഉണ്ടാക്കാൻ സപ്പോർട്ട് കൊടുക്കുന്നു എന്നും കണ്ടു. ഓൺ മീഡിയ ബ്രാൻഡിംഗ്. ശരിയാണ്. ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ടൊരു ഓഡിയൻസിനെ ഉണ്ടാക്കുന്നത് വളരെ പവർഫുള്ളാണ്. സ്വന്തം യൂട്യൂബ് ചാനൽ, ബ്ലോഗ്, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സോഷ്യൽ മീഡിയ പേജ്. അതിനുള്ള ഐഡിയ, ട്രെയിനിങ്, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കും. കാരണം ലോങ് റണ്ണിൽ അത് വലിയൊരു അസറ്റാണ്. തീർച്ചയായും. ഇനി ഇതൊരു ക്ലബ്ബായതുകൊണ്ട് മെമ്പർമാർ തമ്മിൽ സഹകരിക്കാനും അവസരങ്ങളുണ്ടാവുമല്ലോ. മ്യൂച്വൽ ബ്രാൻഡിംഗ്. അതെ, അതാണ് മ്യൂച്വൽ ബ്രാൻഡിംഗ്. പല ഇൻഡസ്ട്രിയിലുള്ളവർ ഈ ക്ലബ്ബിലുണ്ടാവും. അവർക്ക് പരസ്പരം കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ഹോട്ടലും ഒരു ടൂർ ഓപ്പറേറ്ററും ചേർന്ന ഒരു പാക്കേജ്, അല്ലെങ്കിൽ ഒരു ഡ്രസ് ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും ചേർന്നൊരു ഫോട്ടോഷൂട്ട്. അങ്ങനെ ക്രോസ് പ്രൊമോഷൻ, കോസ്റ്റ് കുറയും, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും. നല്ല ഐഡിയ. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക്, അതാണ് ടെസ്റ്റിമോണിയൽ ബ്രാൻഡിംഗ് അല്ലേ? അതെ, നമ്മുടെ മെമ്പർമാരുടെ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, ഏറ്റവും നല്ല കസ്റ്റമേഴ്സ്, പ്രീമിയം കസ്റ്റമേഴ്സ്. യെസ്, അവരെ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊരു അവസരം കൊടുക്കും. ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ, ചിലപ്പോൾ ടോക്ക് ഷോയിലെ ഗസ്റ്റായിട്ട് വരാം. റിയൽ കസ്റ്റമർ പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത കൂടുമല്ലോ. തീർച്ചയായും. മാർക്കറ്റിംഗ് നമ്മൾ പറയുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഹാപ്പി കസ്റ്റമർ പറയുന്നത്. ഇനി സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇന്റേണൽ ബ്രാൻഡിംഗ് അതെന്താണ്? അത് സ്വന്തം ടീം, അതായത് എംപ്ലോയീസ്, അവരെ ബ്രാൻഡിന്റെ അംബാസഡർമാരാക്കുക. ഓക്കെ. അവർക്ക് കമ്പനിയെക്കുറിച്ചും വിഷനെക്കുറിച്ചും നല്ല ധാരണ കൊടുക്കുക. അവരതിൽ പ്രൗഡായിരിക്കണം. അപ്പോൾ അവർ പുറത്തുപോയി പറയുമ്പോഴും കസ്റ്റമേഴ്സുമായി ഇടപഴകുമ്പോഴുമൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജി വരും. ഹാപ്പി എംപ്ലോയീസ് നല്ല സർവീസ് കൊടുക്കും. ശരിയാണ്. പിന്നെ കിട്ടുന്ന അവാർഡുകളും അംഗീകാരങ്ങളും അതെങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് റെക്കഗ്നിഷൻ ബ്രാൻഡിംഗ്. പല ബിസിനസ്സിനും അവാർഡ് കിട്ടാറുണ്ട്. പക്ഷെ അത് വെറുതെ ഷെൽഫിൽ വെച്ചാൽ പോരല്ലോ. ആ കിട്ടിയ അംഗീകാരം ഒരു വലിയ ബ്രാൻഡിംഗ് ടൂളാണ്. അതിനെ ന്യൂസ് ആക്കണം, സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കണം, വെബ്സൈറ്റിൽ കാണിക്കണം, മാഗസിനിൽ കൊടുക്കണം. ഇത് ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി കൂട്ടും. നമ്മളതിന് ഹെൽപ്പ് ചെയ്യും. കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ താൽപ്പര്യമുള്ളവരെയോ ഒക്കെ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ബ്രാൻഡിംഗ്. അതെ, ഒരു ബ്രാൻഡിന് ചുറ്റും ഒരു ലോയൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത് അത് വലിയൊരു സ്ട്രെങ്താണ്. എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത്? ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും, പുതിയ ഐഡിയകൾ തരും, ഫീഡ്ബാക്ക് തരും. നമ്മൾ ആ കമ്മ്യൂണിറ്റിയെ എൻഗേജ് ചെയ്ത് നിർത്താനും അവർക്ക് വാല്യൂ കൊടുക്കാനുമുള്ള വഴികൾ നോക്കും. ഒരു ഫാമിലി പോലെ. ഇൻട്രസ്റ്റിംഗ്. ഇനി ഒരു ഓഥർ ആവുക എന്നത്, അതാണോ ഓതന്റിക് ബ്രാൻഡിംഗ്? പുസ്തകം എഴുതാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, സ്വന്തമായിട്ടൊരു ബുക്ക് ഇറക്കുന്നത് ഒരു വ്യക്തിയുടെയോ ബ്രാൻഡിന്റെയോ ഓതന്റിസിറ്റി, അതായത് ആധികാരികത ഭയങ്കരമായിട്ട് കൂട്ടും. ശരിയാണ്. ഒരു എക്സ്പേർട്ട് എന്നൊരു ഇമേജ് വരും. തീർച്ചയായും. ഒരു ബിസിനസ് ഓണർക്ക് തന്റെ എക്സ്പീരിയൻസോ ഇൻഡസ്ട്രി ഇൻസൈറ്റ്സോ ഫിലോസഫിയോ ഒക്കെ വെച്ചൊരു ബുക്ക് എഴുതാം. അതിനുള്ള ഐഡിയ മുതൽ പബ്ലിഷിംഗ് വരെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. ഇതൊരു വലിയ വാല്യൂ അഡീഷനാണ്. ആണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിനും ബിസിനസ് ബ്രാൻഡിങ്ങിനും ഗുണം ചെയ്യും. ഫൈനലി ഇതെല്ലാം ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കാൻ ഗ്ലോബൽ ബ്രാൻഡിംഗ്, മാഗ്സെറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി. അതെ, മാഗ്സെറ്റർ പോലുള്ള ഡിജിറ്റൽ മാഗസിൻ പ്ലാറ്റ്ഫോമുകൾക്ക് ലോകം മുഴുവൻ റീച്ചുണ്ട്. കോടിക്കണക്കിന് വായനക്കാരുണ്ട്. ഓക്കെ. നമ്മുടെ ഇയർ ബുക്കിന്റെ ഡിജിറ്റൽ വേർഷനും
മറ്റ് കണ്ടന്റുമൊക്കെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അത് ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തും. കേരളത്തിൽ മാത്രമുള്ളൊരു ബ്രാൻഡിന് പോലും ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാൻ ഇത് സഹായിക്കും. കൊള്ളാം. അപ്പോ ഇത്രയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ 360 ഡിഗ്രി ബിസിനസ് ആൻഡ് ബ്രാൻഡ് ഗ്രോത്ത് ക്ലബ് എന്ന് പറയുന്നത് വെറുമൊരു എന്താ പറയാ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പോ പരസ്യം ചെയ്യാനുള്ള സ്ഥലമോ അല്ല. മറിച്ച് ഒരു ബ്രാൻഡിന്റെ കഥ കണ്ടെത്തി അതിനെ പല മീഡിയയിലൂടെ ലോങ് ടേമിലേക്ക് ആളുകളിലേക്ക് എത്തിച്ച് വിശ്വാസ്യത കൂട്ടി കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവസാനം ഗ്ലോബൽ ലെവൽ വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. അതെ, കറക്റ്റാണ്. ഒരു 360 ഡിഗ്രി അപ്രോച്ച്. ഒരു ബ്രാൻഡിന് വേണ്ട മിക്കവാറും എല്ലാം ഒരിടത്ത് കിട്ടുന്നു. എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ശരിയാണ്. ആ 10 വർഷത്തെ മാഗസിനിൽ തുടങ്ങി സൂപ്പർ കഥയിലൂടെ ബേസ് ഉണ്ടാക്കി ഡിജിറ്റൽ മീഡിയയിലൂടെ അതിനെ സ്പ്രെഡ് ചെയ്ത് ടെസ്റ്റിമോണിയലും റെക്കഗ്നിഷനും വെച്ച് ക്രെഡിബിലിറ്റി കൂട്ടി അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഗ്രോത്ത് പ്ലാൻ. വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിന്റെ കാര്യത്തിൽ ഇതുപോലെ പല കാര്യങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു ലോങ് ടേം വിഷനോടെ ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണല്ലേ. നിങ്ങളുടെ ബ്രാൻഡിന്റെ ആ ഒരു തനിമ, ആ കഥ അടുത്തൊരു 10 വർഷത്തേക്ക് ആളുകൾ എങ്ങനെ ഓർത്തിരിക്കും? ഒരുപക്ഷെ ഇന്ന് നമ്മൾ സംസാരിച്ച ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ബ്രാൻഡിന് ഏറ്റവും ചേർന്ന ലോങ് ലാസ്റ്റിംഗ് ആയ ആ സ്ട്രാറ്റജി എന്തായിരിക്കും? അതൊന്ന് ആലോചിക്കുന്നത് എന്തായാലും നല്ലതാണ്.